നമസ്കാരം. കോൺഗ്രസ് നേതൃത്വവുമായി അകന്നുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയ രംഗത്ത്. തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്നതാണ് തരൂരിന്റെ വിമർശനം. നിഷ്പക്ഷമായി ഇട്ട പോസ്റ്റുകളുടെ പേരിലാണ് ആക്രമണം നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുബായിൽ ഒരു സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു തരൂർ. PM ശ്രീ പദ്ധതിയെ ഫണ്ട് നിരസിച്ചതിലും തരൂർ കടുത്ത വിമർശനം ഉന്നയിച്ചു. സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോഴും മുന്നിൽ വന്ന പദ്ധതി നിരസിച്ച് പണനഷ്ടമായി എന്നാണ് തരൂരിന്റെ വിമർശനം. ആദർശബുദ്ധി തെളിയിക്കാനായിരുന്നു ശ്രമം, എന്നാൽ പണം നിരസിച്ചത് മണ്ടത്തരമാണ്. ഇത് നമ്മുടെ പണമാണ്, അത് സ്വീകരിക്കണമെന്നും ശശി തരൂർ പറഞ്ഞു. PM ശ്രീ പദ്ധതി എന്ന് പേരെടുത്ത് പറയാതെയാണ് തരൂരിന്റെ വിമർശനം. ഞാൻ പാർട്ടിക്കാരനായിരിക്കാം, പക്ഷേ തെരഞ്ഞെടുത്ത സർക്കാരുകൾക്കൊപ്പം പ്രവർത്തിക്കും. സ്കൂൾ മേൽക്കൂരകൾ ചോരുന്നു, എന്നിട്ടും പണം സ്വീകരിച്ചില്ല. മെറിറ്റ് കാണാതെ ആദർശ ശുദ്ധിവാദത്തിന് ജനവും പ്രാധാന്യം നൽകുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ താനിട്ട നിഷ്പക്ഷ പോസ്റ്റിന്റെ പേരിൽ പോലും ആക്രമിക്കപ്പെട്ടു. പ്രശംസ എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. എന്നാൽ പോസ്റ്റിൽ ഒരു വരി പോലും ഞാൻ പ്രശംസിച്ചിട്ടില്ല. ആദർശ ശുദ്ധിവാദം കൊണ്ട് കാര്യങ്ങൾ നടക്കില്ലെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. കേന്ദ്രം വന്ന് ഉപാധികൾ വെച്ച് പണം തരാമെന്ന് പറഞ്ഞാൽ താൻ ആയിരുന്നെങ്കിൽ പണം സ്വീകരിച്ചേനെ. കാരണം ജനങ്ങൾക്കത് ആവശ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വർഗീയത കൊണ്ട് BJPക്ക് കേരളത്തിൽ സാധ്യത ഇല്ല എന്നും വികസനം ചൂണ്ടിക്കാണിച്ചാൽ ചില സാധ്യതകൾ ഉണ്ടെന്നും തരൂർ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനെതിരെ വീണ്ടും ഒളിയമ്പുമായി തരൂർ കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നിരുന്നു. വിയോജിപ്പുകൾ തെരഞ്ഞെടുപ്പിന് മുൻപാകണമെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യനന്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണമെന്നുമാണ് തരൂർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് നിയുക്ത മേയർ സൊഹ്റാൻ മംദാനിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ നടത്തിയ പ്രതികരണമാണ് തരൂർ കോൺഗ്രസിനെതിരെ ഒളിയമ്പായി എഴുതിയത്. ഇങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിപ്പിക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്കായി തടസ്സങ്ങളില്ലാതെ ശക്തമായി വാദിക്കുക. എന്നാൽ എപ്പോഴാണോ അത് അവസാനിപ്പിക്കുന്നത്, അപ്പോൾ മുതൽ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി സത്യപ്രതിജ്ഞ അനുസരിച്ച് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിലും ഇങ്ങനെ കാണാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും തരൂർ എക്സിൽ കുറിച്ചു. കൂടാതെ ഇന്ത്യയിലും സമാനമായ രീതി സ്വീകരിക്കാനാണ് തന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളെന്നും തരൂർ പറഞ്ഞു. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് സമയത്ത് പരസ്പരം രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു എതിർശേരിയിലുള്ള ട്രംപും മംദാനിയും. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം വൈറ്റ് ഹൌസിൽ സൗഹൃദം പങ്കിടുന്ന ഇരുവരുടെയും ചിത്രം സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിരുന്നു. മംദാനിക്കെതിരെ നിരന്തരം സംസാരിച്ചിരുന്ന ട്രംപ് വൈറ്റ് ഹൌസിലെ ആദ്യ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തെ യഥാർത്ഥ രാജ്യസ്നേഹി എന്നടക്കം വിളിച്ച് പ്രശംസിച്ചു. ന്യൂയോർക്കിന്റെ മികച്ച മേയറായിരിക്കും മംദാനി. ശക്തമായ എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം വിജയിച്ചത്. മംദാനിയുടെ മികവിൽ താൻ സന്തോഷവാനായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പൊതുവായി തങ്ങൾ ഇരുവരും ആഗ്രഹിക്കുന്ന ഒരേ കാര്യമാണത് ന്യൂയോർക്ക് നഗരത്തിന്റെ വളർച്ചയാണ്. വിചാരിച്ചതിലും കൂടുതൽ കാര്യങ്ങളിൽ തങ്ങൾ ഇരുവരും തമ്മിൽ യോജിപ്പെടുന്ന ട്രംപ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് തരൂരിന്റെ പ്രതികരണം. സമീപകാലത്തെ മോദി സ്തുതികളുമായി തരൂർ കോൺഗ്രസിനെ തുടർച്ചയായി വെട്ടിലാക്കിയിരുന്നു. കോൺഗ്രസിലായിരിക്കെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്ന എന്തിനെന്ന ചോദ്യങ്ങളോട് രാജ്യമാണ് വലുതെന്ന പ്രതികരണമാണ് തരൂർ നടത്താറുള്ളത്. ദിവസങ്ങൾക്ക് മുൻപാണ് ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്തെത്തിയത്. പിന്നാലെയാണ് കോൺഗ്രസിനെതിരെ ഒളിയും പെയ്തത്.